നമുക്ക് മൊബൈൽ ഉപയോഗിക്കുന്നവരെ സ്ഥിരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ചില ടൂളുകളുണ്ട്. ഇതൊക്കെ ഓരോന്നും ഓരോരുത്തരും ഉണ്ടാകുക. അത് എല്ലാം കൂടി ഒരുത്തേ കിട്ടുന്ന ഒരു സംഭവമാണ് സ്മാർട്ട് ടൂൾ കിറ്റ്. നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന എന്തൊക്കെ ഇതിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാം, ഇതൊക്കെ നമുക്ക് വീഡിയോയിൽ നോക്കാം. വീഡിയോ മുഴുവനായിട്ട് കാണുക, കണ്ടിട്ട് നിങ്ങൾക്ക് ഉപകാരം തോന്നിയിട്ടുണ്ടെങ്കിൽ ഉപയോഗിക്കുക. സ്മാർട്ട് ടൂൾ കിറ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നമുക്കിത് ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് നോക്കാം. ഓപ്പൺ ചെയ്താൽ ഇവിടെ ഗെറ്റ് സ്റ്റാർട്ടഡ് കാണും, അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്താൽ ഇതാ ഇവിടെ എങ്ങനെ വന്ന് ഇതിൽ നമുക്ക് ഉപയോഗിക്കുന്ന ലൊക്കേഷൻ, പല രീതിയിലുള്ള ലൊക്കേഷനുകൾ നമുക്ക് ഇവിടുന്ന് ഉപയോഗിക്കാം. ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല, ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുക ഒരുപാട് സമയം എടുക്കും. പിന്നെ ട്രാൻസ്ലേറ്റർ ഉണ്ട്, നമുക്ക് ഏത് ഭാഷയും ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് വോയിസ് ട്രാൻസ്ലേറ്ററും ടെക്സ്റ്റ് ട്രാൻസ്ലേറ്ററും ഉണ്ട്. യൂണിറ്റ് കൺവെർട്ടർ ഉണ്ട്. ഇന്റർനെറ്റ് സ്പീഡ്, നമ്മൾ സാധാരണ ഇന്റർനെറ്റ് നമ്മൾ ഉപയോഗിക്കുന്ന ഇന്റർനെറ്റിന്റെ അപ്ലോഡ് സ്പീഡ് ഡൗൺലോഡ് സ്പീഡൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഗൂഗിളിൽ നിന്ന് നോക്കല്. ഇത് ഇവിടുന്ന് തന്നെ നമുക്ക് നോക്കാം. സ്പീഡോമീറ്റർ സ്റ്റാർട്ട് നൗ കൊടുത്താൽ നമ്മൾ അപ്ലോഡ് സ്പീഡും ഡൗൺലോഡ് സ്പീഡും ഇവിടെ നമുക്ക് കാണിക്കും. അതുപോലെ പ്രധാനപ്പെട്ട സംഗതികൾ എന്ന് പറയുന്നത് QR കോഡ് ജനറേറ്റർ ഉണ്ട്, QR കോഡ് സ്കാനറും ഉണ്ട്. നമ്മളെ പേര് ഒക്കെ വെച്ചിട്ട് നമുക്കൊരു QR കോഡ് നമ്മളതായിട്ടൊന്ന് ഉണ്ടാക്കാം. അതുപോലെ നമ്മളെ അടുത്തുള്ള QR കോഡ് നമുക്ക് സ്കാൻ ചെയ്യാം. അതുപോലെ സൗണ്ട് മീറ്റർ ഉണ്ട്. സൗണ്ട് മീറ്റർ വെച്ചാൽ നമ്മൾ കേൾക്കുന്ന സൗണ്ട് അത് എത്ര ഡെസിബൽ ഉണ്ടെന്ന് നമുക്കിത് കാണിച്ചു തരും. പിന്നെ നമ്മളൊരു യാത്രയൊക്കെ ചെയ്യുന്ന നേരം, ഒരു പ്രൈവറ്റ് ബസ്സിൽ അല്ലെങ്കിൽ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുന്ന നേരം നമ്മൾ പോകുന്ന വാഹനം എത്ര സ്പീഡിലാണെന്ന് അറിയാനുള്ള വാഹനത്തിന്റെ സ്പീഡോമീറ്റർ നമുക്ക് ഇതിൽ കിട്ടും. അതുപോലെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ബബിൾ മീറ്റർ. ബബിൾ മീറ്റർ എന്ന് വെച്ചാൽ ഇപ്പൊ നമുക്കൊന്നിന്റെ ഒരു ലെവൽ അറിയണമെങ്കിൽ, ഒരു സ്പിരിറ്റ് ലെവൽ എന്നൊക്കെ പറയല്ലേ, ഞങ്ങളുടെ നാട്ടിൽ സ്പിരിറ്റ് ലെവൽ എന്ന് പറയും, വാട്ടർ ലെവൽ എന്ന് പറയും, അങ്ങനെ പല ലെവലിൽ നിന്നും പറയും. ഇപ്പോൾ ഇത് ലെവലിലാണോ നിൽക്കുന്നത്, കറക്റ്റ് ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഈ ബബിൾ ലെവൽ ഉപയോഗിക്കാം. ഇതിലുള്ള ബബിള് നമുക്ക് നോക്കേണ്ടത് എന്താണെന്നോ അതിന് കറക്റ്റായിട്ട് വെച്ചു കൊടുത്താൽ അത് ചരിഞ്ഞിട്ടാണോ വളഞ്ഞിട്ടാണോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനാവും. ആ ബബിൾ മീറ്റർ വളരെ ഉപകാരമുള്ള ഒരു സംഭവമാണ്. പിന്നെ കുറച്ചൊരു നേരം പോക്കിന് വേണമെങ്കിൽ പിയാനോ വായിക്കുന്നതിന് അത് വായിക്കാനൊക്കെ അറിഞ്ഞൂടാ, നിങ്ങൾ അറിയുന്നൊരു വായിച്ചോ. പിന്നെ നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാനുള്ള നോട്ട്സ് എഴുതി വെക്കാൻ ഫ്ലാഷ് ലൈറ്റ് അത് ഇതും ഒക്കെ ഉണ്ട്. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, എല്ലാം നിങ്ങൾ ഉപയോഗിച്ച് വെക്കുക. റൂളർ ഉണ്ട്, നമുക്ക് ഒന്നിന്റെ അളവൊക്കെ അറിയണമെങ്കിൽ സ്കെയിലൊന്നും കയ്യില്ലെങ്കിൽ റൂളറായിട്ടും ഇത് ഉപയോഗിക്കാം. സംഭവം വളരെ ഉപകാരമുള്ള ഒരുപാട് സംഗതികൾ, നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരുപാട് സംഗതികളിലെ ഒരു സംഭവമാണ് ഈ സ്മാർട്ട് ടൂൾ കിറ്റ്. ഉപയോഗിച്ചിട്ട് അഭിപ്രായം അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കൊടുത്തേക്കുക, അപ്പോൾ നമുക്കൊരു ബൂസ്റ്റ് ആയിക്കോട്ടെ. നിങ്ങൾ ഈ വീഡിയോ ഫേസ്ബുക്കിൽ നിന്നാണ് കാണുന്നുണ്ട്, പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട. നമുക്ക് അടുത്ത വീഡിയോ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളുടെ സ്വന്തം മുത്തൂസ് മെപ്പയൂർ. താങ്ക് യു സോ മച്ച്.